അടുത്തൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അറിയപ്പെടുന്നത് വലിയൊരു ഹ്യൂമൻ റിസോഴ്സ് പവറിനെ പറ്റിയിട്ടാണ്. ഇത്രയും വലിയ സ്ട്രെങ്തനായ സ്കിൽഫുള്ളായ സെറ്റ് ഓഫ് സ്കിൽസുള്ള ആളുകൾ ജീവിക്കുന്ന, ബുദ്ധിപരമായിട്ടും കായികമായിട്ടും കഴിവുകളുള്ള, ഒരുപാട് ക്രിയേറ്റീവായ വെർസറ്റൈലായ ആൾക്കാരുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷേ ഇന്ത്യയിലെ തൊഴിൽ മേഖലയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ശരിയായ ആളുകളെ വേണ്ട ജോലിക്ക് കിട്ടുന്നില്ല. അത് ജേർണലിസം ആവാം, ബാങ്കിങ് ആവാം, മെഡിസിൻ ആവാം, എഡ്യൂക്കേഷൻ ആവാം, ആർട്ട് വർക്ക്സ് ആവാം, സാധാരണ ലേമൻ ജോബ് ആവാം, അഗ്രികൾച്ചർ ആവാം, ഇലക്ട്രിക്കൽ ആവാം, എന്തോ ആയിക്കോട്ടെ, ശരിയായ ആളുകളെ കിട്ടുന്നില്ല എന്നുള്ള വലിയൊരു പ്രശ്നമുണ്ട്. അതൊരു ഗ്യാപ്പാണ്, എംപ്ലോയർ എംപ്ലോയി തമ്മിലുള്ള ഗ്യാപ്പ്. ഇന്ന് കുട്ടികൾ ജോലിക്ക് പോണ സമയത്ത്, അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അവൻ ആദ്യം അന്വേഷിക്കുന്നത് ഈ കമ്പനി എനിക്ക് പറ്റുന്നതാണോ, എന്നെ ഹയർ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി കമ്പനിക്കുണ്ടോ. കുറച്ച് കാലം മുമ്പ് വരെ എനിക്ക് അവിടുന്ന് എങ്ങനെ ശമ്പളം കിട്ടും, എന്ത് ശമ്പളം കിട്ടുന്നായിരുന്നെങ്കിൽ ഇന്ന് എന്നെ വാങ്ങാനുള്ള കഴിവ് അവർക്കുണ്ടോ തരാൻ തുടങ്ങുന്ന തലമുറയാണ് ഇപ്പോൾ. അപ്പോൾ അവരുടെ കഴിവിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ എന്താ കുഴപ്പമറിയോ, അവരെ കൺവിൻസ് ചെയ്യാൻ പലപ്പോഴും പല എംപ്ലോയർക്കും സാധിക്കുന്നില്ല. ഒരു ബ്രാൻഡിങ് എന്ന് പറഞ്ഞ സാധനം എല്ലാ മേഖലയിലും വേണം. നല്ലൊരു ബ്രാൻഡിങ് എഫേർട്ട് വേണം. അത് കമ്പനി ആയിക്കോട്ടെ, ഇൻഡിവിജ്വൽസ് ആയിക്കോട്ടെ. രണ്ടു പേർക്കും നന്നായി ബ്രാൻഡ് ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് ആ ബ്രാൻഡുകൾ നമ്മൾ കൊളൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, സമന്വയിക്കാൻ പറ്റുള്ളൂ, കൊളീഷൻ ഉണ്ടാവുള്ളൂ. അങ്ങനെ വന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കുട്ടികളുടെ കഴിവിനെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണാൻ പാടില്ല. എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അവരെ ചൂസ് ചെയ്യാതിരിക്കുന്നത്, ഹയർ ചെയ്യാതിരിക്കുന്നത്, റിക്രൂട്ട് ചെയ്യാതിരിക്കുന്നത് തെറ്റാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കൊടുത്തുകൊണ്ട്, പരീക്ഷണം കൊടുത്തുകൊണ്ട് അവനെടുക്കുന്നത് തെറ്റൊന്നുമല്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം, അഭിപ്രായവും ആസ് എ കൺസൾട്ടൻറ്റ്. ഇപ്പോൾ MSMEയുടെ ഒക്കെ പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, എൻ്റർപ്രണർഷിപ്പ് താല്പര്യപ്പെട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട്, എൻ്റർപ്രണർഷിപ്പിന് ഫോഴ്സിബിളായിട്ട് വരുന്ന ആൾക്കാരുണ്ട്, വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് എൻ്റർപ്രണർഷിപ്പിലേക്ക് വരുന്ന ആൾക്കാരും ഞാൻ കാണാറുണ്ട്. ഇവരൊക്കെയായിട്ട് സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയ കാര്യം, എനിക്കെന്ത് കിട്ടും, വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ എന്ന് എല്ലാ കാലത്തുള്ളൊരു ചോദ്യം തന്നെ എല്ലാവരുടെ മനസ്സിലും. പക്ഷേ എങ്കിലും അത് കിട്ടാൻ തക്കവണ്ണം എനിക്ക് യോഗ്യതയും എനിക്ക് പ്രാപ്തിയും എനിക്ക് അതിനുള്ള ഗ്രാവിറ്റിയും ഉണ്ടോ എന്ന് പലരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കഴിവിന് എന്താണ് പ്രതിഫലം കിട്ടുക, അതാണോ മറിച്ച് ഇൻഡസ്ട്രി കിട്ടുന്ന ബെസ്റ്റ് പ്രതിഫലം വാങ്ങാൻ ഞാൻ എന്ത് ചെയ്യണം എന്നാണോ നമ്മൾ തീരുമാനിക്കേണ്ടത്. ഞാൻ പറയും, യു ഹാവ് ടു ബി അപ്സ്കിൽഡ്. നമ്മൾ അപ്സ്കിൽ ചെയ്യാതെ ഒരടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ പ്രായത്തിലും എനിക്കും തോന്നുന്നു എന്തെങ്കിലും പുതിയത് പഠിക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ ഏത് തൊഴിൽ മേഖല പോയാലും, എന്ത് ജോലി ചെയ്താലും, എന്ത് ബിസിനസ് ചെയ്താലും അപ്സ്കിൽ ചെയ്യാതെ നിൽക്കാൻ പറ്റില്ല. ബിസിനസ്സിൻ്റെ സെഗ്മെൻറ്റ് മാത്രം ഞാൻ പറയാം. ഒരു ബിസിനസ് വളർന്നു വരണമെങ്കിൽ അതെന്നും വളർന്നുകൊണ്ടേയിരിക്കണം. നിലനിൽക്കണമെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാറ്റം വരുത്തി വളർത്തി കൊണ്ടുവന്നാൽ മാത്രമേ ആ സ്ഥാപനം നിലനിൽക്കുള്ളൂ. പൂട്ടിപ്പോയ ധാരാളം കേസ് നമ്മുടെ നാട്ടിൽ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഇഷ്ടംപോലെ ബ്രാൻഡുകൾ അക്രോസ് കേരള പെനിട്രേറ്റ് ചെയ്യപ്പെട്ട പല ബ്രാൻഡുകളും ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ട്. റീസൺ അവർ വളർത്താത്തതുകൊണ്ടാണ്. തുടങ്ങിയിടത്ത് തന്നെ നിന്ന് കഴിഞ്ഞാൽ എന്തൊരു പ്രസ്ഥാനവും പൂട്ടിപ്പോവും. അതുപോലെ തന്നെ വ്യക്തിയും. അവിടെയാണ് ഈ അപ്സ്കില്ലിംഗ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. ഒരു സാധനത്തിന് പരിവർത്തനം കൊണ്ടുവന്ന് പുതുമകളിലേക്ക് മാറി വന്നാൽ മാത്രമാണ് വ്യക്തിയായാലും സ്ഥാപനമായാലും വിജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. സോ ആദ്യം തുടങ്ങിയ അതേ സാധനം തന്നെയാണ് ഇന്നൊവേഷൻ, പുതുമകൾ നമ്മളെടുക്കണം, അനുഭവം നമുക്ക് മാക്സിമം ഉണ്ടായിരിക്കണം. നമ്മളിൽ ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളിലും പുതിയതെടുക്കാനും അതനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യാനും അപ്സ്കിൽ ചെയ്യാനും അപ്ലിഫ്റ്റ് ചെയ്യാനും തയ്യാറായാൽ മാത്രമാണ് ഏത് തൊഴിൽ മേഖലയും കടക്കാൻ പറ്റുള്ളൂ. തൊഴിൽ മേഖലയ്ക്ക് പ്രവേശിക്കാൻ പോണ കുട്ടികളോട് എനിക്ക് പറയാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ജസ്റ്റ് അപ്സ്കിൽ യുവർ സെൽഫ്. അതർവൈസ് യു വിൽ ബി ഔട്ട്ഡേറ്റഡ്. ഇഫ് യു വാണ്ട് ടു ബി ദ ഫസ്റ്റ്, you have to work for that, otherwise you will be the last. Wish you all the best. Don't try to be the last, try to be the first. Thank you very much.